മമ്മൂട്ടിയും മോഹൻലാലും ഉണ്ടെങ്കിൽ ഈ സൗത്ത് ഇന്ത്യയിലെ അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിലെ ഏത് കോർപ്പറേറ്റുകളും വന്നിട്ട് കോടികൾ ഫണ്ട് ചെയ്തിട്ട് സിനിമ ചെയ്യും. അപ്പോൾ ആ സമയത്താണ് ഈ രണ്ട് വാഴകൾ, ഇതിൻ്റെ ഡയറക്ടറും ഇതിൻ്റെ പ്രൊഡ്യൂസറും ഒരു ഡേറ്റ് മോഹൻലാലിൻ്റെ നിന്നും മമ്മൂട്ടിയുടെ നിന്നും മേടിച്ചിട്ട് ഇത്ര വൃത്തികെട്ട സിനിമ ഉണ്ടാക്കിയത്. അതാണ് നമുക്ക് മലയാളികൾക്ക് ഒരുപാട് വിഷമമുണ്ടാക്കുന്ന കാര്യമാണ് ഈ രണ്ട് വാഴകൾ ചെയ്തത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോഹൻലാലിൻ്റെ പടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഹൻലാൽ ഒരു ഫോൺ ചെയ്താൽ മതി, എത്ര കോടി ഫണ്ട് ചെയ്യാനായിട്ടും ഇവിടെ ആൾക്കാരുണ്ട്. ഇപ്പം ആ ഫണ്ടിങ്ങിൽ വന്നിട്ട് ഇതുപോലെ ഒരു സിനിമയും ഇതുപോലെ മോശമാക്കി കഴിഞ്ഞാൽ ഈ മമ്മൂട്ടിക്ക് എത്ര വയസ്സായി? 75 വയസ്സായി. മോഹൻലാലിന് എത്ര വയസ്സായി? 65 വയസ്സ് കഴിഞ്ഞു. ഇനി ഇവർ ഒത്തുചേർന്നുകൊണ്ട് ഒരു സിനിമ നമുക്ക് കാണാൻ പറ്റുമോ? ഇല്ല. ഇനി ഇവർ ഒത്തുചേർന്നുകൊണ്ട് ഒരു സിനിമ കാണാൻ മലയാളികൾക്ക് യോഗമില്ല. ഇത്രയും വലിയൊരു അവസരം നല്ലൊരു സിനിമ ചെയ്യാണ്ട് ഈ രണ്ട് മരവാഴകൾ കൂടിയിട്ട് നശിപ്പിച്ച് കളഞ്ഞല്ലോ എന്നുള്ള വിഷമമാണ് മലയാളികൾക്ക് ഒന്നടക്കം ഈ സിനിമ കണ്ടപ്പോൾ ഉണ്ടായത്. നമ്മൾ ഹരികൃഷ്ണൻസ് എന്ന് പറഞ്ഞൊരു പടം കണ്ട് എത്ര ചിരിച്ചു എന്നറിയാം. ഇവരെ കണ്ടിട്ട് 2020 പടം കണ്ടിട്ട് നമ്മൾ എത്ര അഹങ്കരിച്ചു എന്ന് കണ്ട അറിയാം. ഇതുപോലൊരു സിനിമ ചെയ്യാനായിട്ട് ജോഷി സാർക്ക് പറ്റി. പക്ഷെ ഈ മരവാഴയ്ക്ക്, ഈ ഡയറക്ടർക്ക്, ഈ ഹരിനാരായണന, കുറനാരായണന, ഈരനാരായണ ഇങ്ങനെ മലയാളികളെ പറ്റിക്കാനും ഊമ്പിക്കാനും ഇയാൾക്ക് എങ്ങനെ കഴിയുമെന്ന് ചോദിക്കുന്നത്. ഇയാളായിട്ട് ഇംഗ്ലീഷ് സ്റ്റൈലിൽ സിനിമ എടുത്ത് വെച്ചിരിക്കുക. അപ്പോഴേക്കും മമ്മൂട്ടി മോഹൻലാലും വീഡിയോ കോളിൽ എല്ലാവരെയും വിളിച്ചിട്ട് നിങ്ങളെവിടെയാണ് സിനിമ കാണുന്നത്? ഞങ്ങൾ ഇന്ന സ്ഥലത്താണ് സിനിമ കാണുന്നത്, ഞാൻ ദുബായിൽ, ഞാൻ കൊച്ചിയിൽ, ഞാൻ കോഴിക്കോട്, നിങ്ങളൊന്ന് സിനിമ കാണാൻ വരണ്ട. ഈ സിനിമയുടെ ആദ്യത്തെ ഷോയുടെ പകുതി കളക്ഷൻ ഉണ്ടായിരുന്നില്ല ഇപ്പോൾ രണ്ടാമത്തെ ദിവസം. അത്ര വൃത്തികെട്ട സിനിമ. ഒന്നുമില്ലെങ്കിലും ഇങ്ങനെ ഒരു സിനിമ പിടിക്കണേ നിങ്ങളുടെ തലയിൽ ആൾ താമസമില്ലെന്ന് ഞങ്ങൾ ചോദിക്കുന്നത്. ഒരു ഷോർട്ട് ഫിലിം പിടിക്കാൻ പോലും ഇല്ലാത്ത കണ്ടന്റ് വെച്ചിട്ട് റബ്ബർ ബാൻഡ് പോലെ നീട്ടി വലിച്ച് കൊണ്ടുവന്ന് ഈ പ്രേക്ഷകരെല്ലാം ഊമ്പിക്കാമെന്ന് വിചാരിച്ചു അല്ലേ? ഞങ്ങളെ നല്ല സിനിമകൾക്ക് ഞങ്ങൾ നല്ല സപ്പോർട്ട് കൊടുക്കും. അതിപ്പോൾ മമ്മൂട്ടി വന്നാലും കുഴപ്പമില്ല, മോഹൻലാൽ വന്നാലും കുഴപ്പമില്ല, ഇനിയിപ്പോൾ രജനീകാന്ത് വന്നാലും കമലഹാസൻ വന്നാലും ഞങ്ങൾ നല്ല സിനിമയ്ക്ക് പോകും. ഇല്ലെങ്കിൽ ഈ വക നടന്മാർ ഏത് സിനിമ വന്നാലും പൊളിയാന്ന് വെച്ചാൽ രണ്ടാമത്തെ ദിവസം തൊട്ട് ഞങ്ങൾ തിയേറ്റർ കാലിയാക്കും. ഒരു മനുഷ്യൻ തിയേറ്ററിലേക്ക് പോവില്ല. അതേപോലെ ഇപ്പോൾ പണി പറ്റിയില്ലേ? ഈ കാശ് മുഴുവൻ ഫണ്ട് ചെയ്ത് നോക്കണത് ഈ പ്രൊഡ്യൂസറെ കയ്യിൽ നിന്നല്ല. ഇയാൾ ദുബായിൽ നിന്നും ലണ്ടനിൽ നിന്നും അമേരിക്കയിൽ നിന്നൊക്കെ ഉള്ള ആൾക്കാരെ നിന്ന് ഫണ്ട് ചെയ്ത കാശുകളാണ്. 200 കോടി രൂപ ചെലവ്, 100 കോടി രൂപ കിട്ടിയ ഭാഗ്യം.